ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിന്റെ 40-ാം ദിവസത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പാപബോധത്തിലൂടെയുള്ള ശുദ്ധീകരണം എന്നതാണ്. നോമ്പിന്റെ ദിനങ്ങൾ കേവലം കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ വെടിയുന്നതിനപ്പുറം ആത്മീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാകണം. എങ്ങനെയാണ് നമുക്ക് ആത്മീയ വർധനവ് പ്രാപിക്കാൻ കഴിയുന്നത്? എപ്പോഴാണ് ആത്മബന്ധം ദൃഢമാകുന്നത്? രണ്ടുപേർ തമ്മിൽ ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്തുമ്പോഴാണ്, സത്യസന്ധമായി സംസാരിക്കുമ്പോഴാണ്. നമ്മുടെ സംസാരങ്ങളിൽ പലപ്പോഴും നാം സത്യസന്ധരും ദൈവം അസത്യവാനും ആയി തീരാറുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. യേശുക്രിസ്തു പ്രാർത്ഥിക്കാനായി മലമുകളിലേക്ക് തനിച്ച് കയറിപ്പോയി. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പിതാവിങ്കിലേക്ക് മടങ്ങി വരുന്ന മകനെ നാം കാണുന്നു. 17-ാം വാക്യത്തിൽ ആ മകൻ തന്നോട് തന്നെ സംസാരിക്കുന്നത് കാണാൻ കഴിയും. എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ശബ്ദകോലാഹലങ്ങളുടെയും ആരവങ്ങളുടെയും മധ്യത്തിൽ നിന്ന് ഈ ദിനങ്ങളിൽ കുറച്ച് സമയമെങ്കിലും ഒഴിഞ്ഞു നിൽക്കാൻ ഒന്ന് ശ്രമിക്കണം. എന്തിനാണെന്നോ? നമ്മളോട് നമുക്കൊന്ന് സംസാരിക്കാൻ. ചുറ്റും കാണുന്ന എല്ലാവരോടും നാം സംസാരിക്കുമ്പോഴും മറ്റുള്ളവരുടെ സംഭാഷണങ്ങളിൽ സജീവ സാന്നിധ്യമായി നാം തീരുമ്പോഴും എനിക്ക് എന്നോട് എന്താണ് പറയാനുള്ളത് എന്നത് വളരെ പ്രസക്തമാണ്. ഇങ്ങനെ തന്നെ മതിയോ? ദൈവവുമായുള്ള ബന്ധത്തിൽ എവിടെയാണ് മെച്ചപ്പെടുത്തേണ്ടുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ നാം മികച്ചവരായിരിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ മറ്റാർക്കും അറിയാത്ത ഞാൻ എങ്ങനെയുള്ളവനാണ്, ഉള്ളവളാണ് എന്ന് ചിന്തിക്കുന്നതിന് നോമ്പിന്റെ ദിനങ്ങളിൽ സമയം കണ്ടെത്തണം. അവിടെ നമ്മളിൽ പാപബോധം, ചില ചോദ്യങ്ങൾ നമ്മോട് തന്നെ ആ മടങ്ങി വന്ന മകൻ ചോദിച്ചതുപോലെ ഉണ്ടാകുന്നു എങ്കിൽ നോമ്പ് ഫലകരമായി എന്ന് നമുക്ക് വിശ്വസിക്കാം. പിതാവിൽ നിന്ന് സ്വത്ത് വാങ്ങിപ്പോയ ചെറുപ്പക്കാരനെ പോലെയല്ലേ പലപ്പോഴും നമ്മൾ? തമ്പുരാനിൽ നിന്നും ദാനമായി കിട്ടിയ കുറച്ച് നന്മകൾ കൊണ്ട് എല്ലാം നേടി എന്ന ഭാവത്തിൽ നാം ജീവിച്ചു പോകുന്നത്. ചെറുപ്പക്കാരന് ലഭിച്ചത് അപ്പന്റെ സ്വത്താണെങ്കിൽ നമുക്ക് കിട്ടിയ സമയം, കഴിവ്, സാധ്യതകൾ നാമും നാനാവിധമാക്കി പലപ്പോഴും കളയുന്നില്ലേ? നമ്മളിലേക്ക് ഒന്ന് തിരിയാം. മറ്റുള്ളവർ നമ്മളിൽ കാണുന്ന സ്വഭാവ ഗുണങ്ങളെക്കാൾ, അലക്കിത്തേച്ച വസ്ത്രങ്ങളെക്കാൾ സ്വയം വിചിന്തനം ചെയ്ത് പാപബോധത്തോടെ പിതാവിങ്കിലേക്ക് അടുത്തു ചെല്ലാം. ഈ ദിനങ്ങളിൽ നമ്മുടെ മടങ്ങിവരവും കാത്ത് പിതാവ് ഇരിക്കുന്നു നമ്മെ സ്വീകരിക്കാൻ. അപ്പനോടൊപ്പം നിൽക്കുന്ന കൂലിക്കാർ കഴിച്ച് ശേഷിപ്പിക്കുമ്പോൾ അകലെ നിൽക്കുന്ന മകൻ വിശന്ന് നശിച്ചു പോകുന്നതിന് കാരണമാകും. നാം അവൻ്റെ മക്കളാണ്. നമുക്കും തിരിച്ചു പോകാം പിതാവിങ്കിലേക്ക് പാപബോധത്തോടെ. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച് സ്വന്തം മക്കൾ എന്ന പേരിന് യോഗ്യരായി തീരാൻ ശ്രമിക്കാം. പാപബോധമില്ലാത്തവരായി ജീവിക്കുമ്പോൾ നാം ദൈവത്തെ അസത്യവാദിയാക്കുകയാണ്. നാം സത്യസന്ധരായി പാപബോധത്തോടെ ദൈവത്തോടടുത്ത് വന്ന് ശുദ്ധീകരിക്കപ്പെടുക എന്നതാണ് നമ്മോടുള്ള ആഹ്വാനം. അതിന് നമ്മെ ഏവരെയും ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ.